മലയാളം വാർത്താ ചാനൽ രംഗത്ത് യുദ്ധം മുറുകുന്നു. മലയാളത്തിലെ പുതിയ വാർത്താ ചാനലായ ബിഗ് ടിവി സംപ്രേഷണത്തിന് ഒരുങ്ങുന്നു. ഈ മാസം തന്നെ ചാനൽ തുടങ്ങുമെന്നാണ് പുറത്തുവരുന്ന സൂചന. അനിൽ അയിരൂർ നയിക്കുന്ന സുജയ പാർവതി നേതൃത്വം നൽകുന്ന ചാനലാണ് ലോഞ്ചിന് തയ്യാറെടുക്കുന്നത്. ചാനലിന്റെ ലോഗോ പ്രകാശനം ഇന്ന് കൊച്ചി മരടിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് നടന്നു. റിപ്പോർട്ടർ ചാനലിൽ നിന്നും പടിയിറങ്ങിയ സുജയ പാർവതിയെ ചീഫ് എഡിറ്ററാക്കി നിയമിച്ചാണ് ചാനൽ പ്രവർത്തനം തുടങ്ങുന്നത്. സുജയ തന്നെയാകും ചാനലിന്റെ ഐക്കൺ എന്ന് വ്യക്തമാക്കുന്നതാണ് ചാനൽ ലോഗോ ലോഞ്ചിലും നിഴലിച്ച കാര്യം. സുജയ ചീഫ് എഡിറ്ററായുള്ള പുതിയ പ്രമോയും പുറത്തു വന്നിട്ടുണ്ട്. 2 പതിറ്റാണ്ട് നിന്ന മാധ്യമപ്രവർത്തനം എനിക്കെന്ത് കിട്ടും എന്ന് വിചാരിച്ചില്ലായിരുന്നു. ആരെന്ന് അറിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയായിരുന്നു നിഷ്പക്ഷത. എന്നാൽ മൗനമല്ല, അത് വാർത്തയ്ക്ക് പിന്നിലെ കരുത്താണ്. ഐ ആം സുജയ പാർവതി, ചീഫ് എഡിറ്റർ, ബിഗ് ടിവി എന്നാണ് പ്രമോയിൽ വ്യക്തമാക്കുന്നത്. ബിഗ് ടിവി ചാനൽ ഗ്രൂപ്പ് ചെയർമാൻ വിജയ് റെഡ്ഡി വെന്നം, അനിൽ അയിരൂരും എഡിറ്റോറിയൽ ടീം അംഗങ്ങളും ചേർന്നാണ് ചാനൽ ലോഗോ പ്രകാശനം നിർവഹിച്ചത്. ബിഗ് ടിവിയുടെ തെലുങ്ക് വാർത്താ ചാനൽ തുടങ്ങിയത് 2020-ലാണ്. ഇതിനുശേഷം കർണാടകത്തിലും ചാനൽ തുടങ്ങും. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനമാണ് ലക്ഷ്യമെന്ന് വിജയ് റെഡ്ഡി പറഞ്ഞു. ഈ മാസം സാറ്റലൈറ്റായി സംപ്രേഷണം തുടങ്ങുന്ന ചാനൽ കുറച്ചുകാലം ഹൈദരാബാദിൽ നിന്നായിരിക്കും ചാനലിന്റെ വാർത്താ സംപ്രേഷണം. എറണാകുളം മരടിൽ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഓഫീസിൽ ന്യൂസ് ഡെസ്കിന്റെയും സ്റ്റുഡിയോ സംവിധാനങ്ങളുടെയും പണി തീരാത്തതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ വാർത്താ സംപ്രേഷണവും ന്യൂസ് ഡെസ്കും ഹൈദരാബാദിൽ നിന്ന് പ്രവർത്തനം തുടങ്ങാൻ തീരുമാനിച്ചത്. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ചാനലിലേക്ക് വന്നവരെയെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന പരിശ്രമങ്ങളെല്ലാം നടന്നുകഴിഞ്ഞു. ബിഗ് ടിവി കേരളത്തിന്റെ ഫൗണ്ടിംഗ് ഡയറക്ടർ അനിൽ അയിരൂരിന്റെ നേതൃത്വത്തിൽ കൃത്യമായ പ്ലാനോടെയാണ് ചാനൽ മുന്നോട്ടു പോകുന്നത്. റിപ്പോർട്ടർ ടിവി റീലോഞ്ച് ചെയ്ത ഘട്ടത്തിലും അടക്കം നിർണായക റോൾ അനിൽ അയിരൂരിന് ഉണ്ടായിരുന്നു. അനിൽ അയിരൂരിന്റെ നേതൃത്വത്തിൽ ചീഫ് എഡിറ്ററായി സുജയ പാർവതിയും ന്യൂസ് ഡയറക്ടറായി വേണു ബാലകൃഷ്ണനുമായിരിക്കും ബിഗ് ടിവിയെ നയിക്കുക. എക്സിക്യൂട്ടീവ് എഡിറ്റർ എസ് വിജയകുമാർ, അസോസിയേറ്റ് എഡിറ്റർ ജോഷി കുര്യൻ, സീനിയർ ഓർഡിനേറ്റിംഗ് എഡിറ്റർമാരായ ലക്ഷ്മി പത്മ, അപർണ കുറുപ്പ് എന്നിവരും സുജയ പാർവതിക്കും വേണു ബാലകൃഷ്ണനുമൊപ്പം എഡിറ്റോറിയൽ ബോർഡിൽ ഉണ്ടാകും. അസോസിയേറ്റ് എഡിറ്റർ പദവിക്കൊപ്പം തന്നെ ഇൻപുട്ട് ഡെസ്കിന്റെ ചുമതല കൂടി വഹിക്കുന്ന ജോഷി കുര്യനായിരിക്കും ബ്യൂറോകളുടെ ചുമതല. മാതൃഭൂമി ന്യൂസിൽ നിന്ന് എത്തിയ ജി പ്രസാദ് കുമാറാണ് ബിഗ് ടിവിയുടെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം മേധാവി. മറ്റു ചാനലുകളിൽ നിന്നും കൂടുതൽ പേർ ബിഗ് ടിവിയിലേക്ക് എത്തുന്നുണ്ട്. സുജയ പാർവതിയും ലക്ഷ്മി പത്മയും അടക്കമുള്ള അവതാരകരുമായി പ്രേക്ഷകരിലേക്ക് എത്തുന്ന ബിഗ് ടിവി മാധ്യമരംഗത്ത് വലിയ ഇളക്കം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 24 റിപ്പോർട്ടർ വാർത്താ ചാനലുകളുടെ ന്യൂനത മറികടന്നുകൊണ്ട് വാർത്താ ഉള്ളടക്കത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അവതരണ രീതി അവലംബിക്കാനാണ് എഡിറ്റോറിയൽ തലത്തിലെ ധാരണ. ചാനലിലേക്ക് മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചപ്പോൾ ഫൗണ്ടിംഗ് ഡയറക്ടർ അനിൽ അയിരൂർ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് മുന്നോട്ടു പോകുന്നതും.